കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ആയില്യം നാളുകാർക്ക് നല്ല കാലം എപ്പോൾ വരും? ആയില്യം നാളുകാരെ പൊതുവെ എല്ലാവരും ഒരു വല്ലാത്ത നാളായിട്ടാണ് കണക്കാക്കുന്നത്. ചില അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട ആയില്യം നാളുകാരെ എല്ലാവരും പക്ഷേ വളരെ ഭാഗ്യമുള്ള നാളും കൂടിയാണ് ആയില്യം. ആയില്യം നാളുകാർക്ക് ആദ്യം തന്നെ ദശ ബുധദശയാണ്. ഇത് അത്ര നല്ല സമയമല്ല. ജനിക്കുന്ന സമയത്ത് ബുധദശയാണ് ആയില്യം നാളുകാർക്ക്. പക്ഷെ ഇത് അത്ര നല്ല ദശയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദശ മാതാപിതാക്കൾക്ക്, ആയില്യം നാളുകാരുടെ ദശ മാതാപിതാക്കൾക്ക് അരിഷ്ടതയുണ്ടാവും, കുടുംബത്തിൽ സമാധാനക്കുറവ്, തമ്മിത്തല്ല്, ബന്ധുക്കളൊക്കെ ആയിട്ട് വഴക്ക്, അടി, ഇടി, ബഹളങ്ങൾ ഉണ്ടാവും. രണ്ടാം ദശയാണ് ആയില്യം നക്ഷത്രത്തിന്റെ രണ്ടാം ദശയാണ് കേതുദശ. അതിനെ കേതുദശയെ പൊതുവെ ആയില്യം നക്ഷത്രക്കാരുടെ കേതുദശയെ പൊതുവെ സമ്പന്ന നക്ഷത്ര ദശ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ആ വാചകത്തിൽ തന്നെയുണ്ട് സമ്പന്ന നക്ഷത്ര ദശ എന്ന് പറയുമ്പോൾ. കുടുംബത്തില് ധനം വന്നു ചേരുക, അഭിവൃദ്ധി ഉണ്ടാവുക, മനസ്സന്തോഷം ഉണ്ടാവുക, കുടുംബത്തില് കൗമാരത്തിൻ്റെതായ ആ ഒരു കളിമേളങ്ങളിൽ പെട്ട് ആയില്യം നക്ഷത്രക്കാര് ആ കൗമാരത്തിന്റെ ഒരു കളിമേളങ്ങളിലൊക്കെ പെട്ട് അതിലൊക്കെ മുഴുകി സന്തോഷവും സുഖവും അനുഭവിക്കാം, അനുരാഗം ഉദിക്കുക അവർക്ക് മനസ്സില്. വിദ്യാഭ്യാസത്തിൽ തടസ്സമോ പ്രതിബന്ധമോ വരാം. ആ സമയത്ത് വിദ്യാഭ്യാസം അത്ര അങ്ങോട്ട് സുഖകരമായി പോല, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടസ്സം വരാം, പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ ആയില്യ നക്ഷത്രക്കാരുടെ മൂന്നാമത്തെ ദശയാണ് ശുക്രദശ എന്ന് പറയുന്ന ദശ. ഈ ശുക്രദശയാണെങ്കിൽ ദോഷം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. അവർക്ക് ഈ ശുക്രദശയിൽ ആയില്യ നക്ഷത്രക്കാർക്ക് വിവാഹ സിദ്ധി, ഉദ്യോഗ ലബ്ധി, വാഹന ലാഭം, ഭവന നിർമ്മാണം, ആഡംബര ജീവിതം എന്നിവയൊക്കെ ഈ കാലയളവിൽ സംഭവിക്കും. ഗുരുസ്ഥാനീയരായ മാതാപിതാക്കൾക്ക് അരിഷ്ടതയുണ്ടാകാം. ജാതകന് എന്തെങ്കിലുമൊക്കെ രോഗദുരിതങ്ങൾ ഉണ്ടാവാം. നനച്ചിരിക്കാത്ത പല രോഗങ്ങൾ ഉണ്ടാകാം. ധനനഷ്ടം സംഭവിക്കാം, പരാജയം സംഭവിക്കാം, കർമ്മരംഗത്ത് കർമ്മഭ്രംശം സംഭവിക്കാം, ജോലിയൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാം. നാലാം ദശ എന്ന് പറയുന്നത് ആദിത്യ ദശയാണ് ആയില്യ നക്ഷത്രക്കാർക്ക്, നാലാമത്തെ ദശ. അപ്പോൾ ആ ആയില്യ നക്ഷത്രക്കാരുടെ നാലാമത്തെ ദശ ആദിത്യ ദശയില് ക്ഷേമ നക്ഷത്രാദി ദശ, അതായത് ആ സമയത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്ന ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാകാം, കർമ്മ ഗുണം ഉണ്ടാവാം, പദവി സംഭവിക്കാം, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ പറ്റും, കുടുംബത്തിലെ ക്ഷേമൈശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദിത്യനിൽ അലയാത്തവരില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ തന്നെയും ഈ ആദിത്യ ദശ ഇവർക്ക് പല ഗുണങ്ങളും കൊണ്ടുതരികയും ചെയ്യും. ശരീരക്ലേശം, ശരീരത്തിനൊക്കെ അസ്വസ്ഥതകളെ, ക്ലേശങ്ങൾ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ മത്സരിച്ചാൽ അവർക്ക് പൊതുവെ വിജയം നേടാൻ പറ്റുന്ന ദശയാണ് ആദിത്യ ദശ. കാര്യസാധ്യത്തിനായിട്ട് കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ദശയാണ് ചന്ദ്രദശ. ഈ ചന്ദ്രദശയില് മനോദുഃഖം ഉണ്ടാക്കുന്ന കാലമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ. സന്താനങ്ങളെ ചൊല്ലി ഉത്കണ്ഠപ്പെടേണ്ടതായിട്ട് വരിക, കർമ്മഭംഗം, ജോലി ഉണ്ടെങ്കിൽ ജോലി പോവുക, ജോലി നഷ്ടപ്പെടുക, രോഗം ഉണ്ടാവുക. കൃഷിയിലൊക്കെ, കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ ആണെങ്കിൽ കൃഷിയിലൊക്കെ പിഴ സംഭവിക്കുക, കൃഷിയിൽ നിന്ന് നഷ്ടം സംഭവിക്കുക, പരാജയങ്ങൾ ഉണ്ടാവുക, അശാന്തി, പൊതുവെ എല്ലായിടത്തും ഒരു ശാന്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. ആറാമതായിട്ട് വരുന്നതാണ് കുജദശ. ചന്ദ്രദശ കഴിഞ്ഞാൽ വരുന്നതാണ് കുജദശാകാലം. കുജദശാകാലങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു കാലം തന്നെയാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. ഇതുവരെയുള്ള അധ്വാനത്തിന് ഫലം കാണുന്നതും കിട്ടുന്നതൊക്കെ ഈ സമയത്താണ്. ഈ ആറാമത്തെ ദശയായി വരുന്ന കുജദശ സമയത്താണ്. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, മക്കളുടെ വിവാഹമോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക, ഭൂമി സ്വന്തമാകുക, ഭൂമി വാങ്ങിക്കുക, സ്വന്തമായിട്ട് ഭൂമി കിട്ടുക. പിന്നെ ഒപ്പം തന്നെ സന്തോഷം വർദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുക, സമ്പാദ്യങ്ങൾ വർദ്ധിക്കുക, സംഘടനകൾ ഇവയുടെയൊക്കെ നേതൃത്വ തലപ്പത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക, പുതിയ കാര്യങ്ങളൊക്കെ നേതൃസ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. മേടം, കർക്കിടകം, ചിങ്ങം, ധനു, മീനം ഇവ ലഗ്നമായി വരുന്നവർക്ക് ചൊവ്വാദശ അത്യുജ്വലമായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവർ ഈ ദശാകാലം വരുന്ന, അതായത് കർക്കിടകം, ചിങ്ങം, ധനു, മീനം ഈ ലഗ്നമായിട്ട് വരുന്ന ആളുകൾക്ക്, ഈ പറയുന്ന ആയില്യ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ദശാകാലം അത്യന്തം ഉജ്ജ്വലമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഏഴാം ദശയായിട്ട് വരുന്നത് രാഹുർദശയാണ്. അവിടെ ധനനഷ്ടം വരാം, ശത്രുഭയം ഉണ്ടാവാം, രോഗദുരിതങ്ങൾ ഉണ്ടാവാം. പിന്നെ കുറച്ച് ദുരിതം കൂടിയ ദശയാണ് രാഹു
രാഹുർദശ. പക്ഷെ ഇവിടെ 8ാമത്തെ ദശയായിട്ട് വരുന്നത് വ്യാഴദശയാണ്, 9ാമത്തെ ദശ ശനിദശയാണ്. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ദശകൾ നോക്കുമ്പോൾ പ്രായവും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ദശാഫലം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ആയുസ് തീരുന്ന സമയത്തുള്ള ദശയിൽ നമ്മൾ ആ കാലത്ത് നിങ്ങൾക്ക് വച്ചടി കയറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ പ്രായവും കൂടെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ അവസാനം വരുന്ന ദശാകാല നിർണയം നടത്താനായിട്ട്. ഈ ദശകളുടെ മികവ് എന്താണെന്ന് വെച്ചാൽ നിയമങ്ങളിൽ പറയുന്നുണ്ട്. ആ 2 ദശകളിൽ അവസാനത്തായിട്ട് വരുന്ന 8ാമത്തെ 9ാമത്തെ ആയിട്ട് വരുന്ന ദശകൾ, വ്യാഴദശയും ശനിദശയൊക്കെ നിയമങ്ങൾ അനുസരിച്ച് പറയുന്നത് ആ ദശയിലെ സമയത്ത് മിക്കവാറും നമ്മുടെ ആയുസ് തീരാറായിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് വ്യാഴദശ വച്ചടി കയറ്റാണെന്ന് പറഞ്ഞാൽ ആള് ജീവിച്ചിരിക്കണ്ടെങ്കിലല്ലേ നമുക്ക് വച്ചടി കയറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫലം പ്രവചിക്കുമ്പോൾ നമ്മൾ ആ ദശ കൂടി പ്രായവും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ പറയാൻ. എന്നിരുന്നാലും ജാതകന്റെ പ്രായം, ആരോഗ്യസ്ഥിതി ഇവ മനസ്സിലുണ്ടാവണം എന്നാണ് ചുരുക്കം. 77-78 വയസ്സ് വരെയാണ് നമ്മൾ ഈ ദശാകാലം കണക്കാക്കുന്നുള്ളൂ. അതിനുശേഷം വരുന്ന ദശാകാലം കണക്കാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രായവും കൂടെ കണക്കിലെടുത്തിട്ടും ആ സാഹചര്യവും ഓരോ വ്യക്തികളുടെയും ആയുസ്സും കൂടെ നമ്മൾ പരമാവധി ആയുസ്സും കൂടെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ദശാകാലവും കാലവും നിർണ്ണയിക്കാൻ.